ഇതാണ് റിയൽമി 16. ഈ ഒരു ഫോൺ ഒരു സൂപ്പർ ഫോണാണ്, ഇതിന് കിടിലൻ വാല്യൂ ഫോർ മണിയാണെന്നൊക്കെ പറഞ്ഞ് പല ചേട്ടന്മാരും വീഡിയോ ഇടുമായിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു ചാനലിൽ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പക്ഷെ ഓവറോൾ പറയാനാണെങ്കിൽ ഈ ഒരു ഫോൺ മേടിക്കാതെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. ടെക്നിക്കലി ഈ ഒരു ഫോണിന്റെ പേര് റിയൽമി 16 എന്നാണെങ്കിലും ഇതിന്റെ ഇന്റേണൽസും ഇതിന്റെ ഓവറോൾ സ്പെക്ക് നോക്കുമ്പോൾ റിയൽമിയുടെ നാർസോ 90 ആയിട്ടും റിയൽമിയുടെ P4X ആയിട്ടും വളരെ സിമിലർ ആണ്. ബാറ്ററി നോക്കിയാലും ഫ്രണ്ട് ക്യാമറ നോക്കിയാലും ആകെ വ്യത്യാസം വരുന്നത് ഇതിന്റെ ഓവറോൾ ഡിസൈൻ അടിപൊളിയാണ്. ഈ ഒരു ഫോണിന്റെ ഏകദേശം ഒരു പിക്സൽ വൈബ് ഒക്കെ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഫോണിന്റെ എയർ സീരീസ് ഫോൺസിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. ഇതേ ഒരു ഡിസൈൻ ഐഡിയോളജിയിലാണ് ഇനി വരാൻ പോകുന്ന വിവോന്റെ X300 FE വരാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു കിടിലം ഡിസൈൻ തന്നെയാണ്. ഡിസൈനിനെ പറ്റി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വളരെ കംഫർട്ടബിൾ ആണ്, ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ ആണ്. അങ്ങനെ വലിയ കുറ്റങ്ങളൊന്നും ഡിസൈനിനെ പറ്റി പറയാനില്ല. ബാക്കിൽ ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെൽഫീസ് ഒക്കെ എടുക്കാൻ നേരത്ത് ഇത് വളരെയധികം യൂസ്ഫുൾ എന്നാണ് ബ്രാൻഡ് പറയുന്നത്. അതെന്തായാലും ഞാൻ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 32,000 റുപ്പീസ് ആണ്. 32,000 റുപ്പീസിന് ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണിയാണോ അല്ലെന്ന് നിങ്ങൾ തന്നെ പറ. ഇതേ സെയിം സ്പെസിഫിക്കേഷൻ വെച്ച് വരുന്ന റിയൽമിയുടെ നാർസോ 90 ആണെങ്കിലും റിയൽമിയുടെ P4X ആണെങ്കിലും 18,000 അല്ലെങ്കിൽ 20,000 റുപ്പീസിനകത്താണ് വരുന്നത്. എന്നാൽ ഈ ഫോണിന് റിയൽമി വിചാരിച്ചു നാട്ടുകാരെ കണ്ടി പൊടിയിട്ട് കുറെ പൈസ ഉണ്ടാക്കാന്ന്. സോ അങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കുമ്പോൾ 3 ക്യാമറാസ് ഉള്ളതുപോലെ തോന്നുമെങ്കിലും ആക്ച്വലി ഇതിനകത്ത് 2 ക്യാമറയേ ഉള്ളൂ. അതിലും ഒരു ക്യാമറയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഒരു 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയും 50 മെഗാ പിക്സൽ ആണ്. ക്യാമറ പെർഫോമൻസ് ഈ പ്രൈസിന് ഏറ്റവും വേസ്റ്റ് ആണ്. ഇതിനും ബെറ്റർ നിങ്ങൾ വിവോന്റെ Y സീരീസോ അല്ലെങ്കിൽ ഓപ്പോന്റെ A സീരീസ് ഫോൺസോ അല്ലെങ്കിൽ F സീരീസ് ഫോൺസോ ഒക്കെ മേടിച്ചോളൂ. അത്ര മോശം ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ റിയൽമി P4Xന്റെ പ്രൈസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടായിരുന്നു. ബട്ട് ഈ ഒരു ഫോണിനെ പറ്റി എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ക്യാമറ പെർഫോമൻസ് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. പ്രൈമറി ക്യാമറയിലെ ഇമേജസ് വളരെയധികം സോഫ്റ്റ് ആണ്. ഇവരെന്തൊക്കെ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് യാതൊരു ഗുണവും ഇല്ല. വളരെ അധികം മോശം ക്യാമറ പെർഫോമൻസ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ് ഇമേജസ്. ഡൈനാമിക് റേഞ്ച് മോശമാണ്. അങ്ങനെ ഒരുപാട് കിടിലായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ചിപ്സെറ്റ് തന്നെയാണ്. അപ്പൊ ചിപ്സെറ്റിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ എന്ന് പേരിന് കൊടുത്തേക്കും പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ ജസ്റ്റ് ഒരു പ്രൂഫ് ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ ഒരു ലൈറ്റിൽ ഞാൻ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതിപ്പോ ഞാൻ ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റിലാണ് ഫോട്ടോ എടുത്തത്. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റിൽ എടുക്കുമ്പോൾ മിക്ക ഫോണും നല്ല രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് തരും. എന്നാൽ റിയൽ ലൈഫിൽ നമ്മൾ ഇത്രയും ലൈറ്റ് പോലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ഒക്കെ പോയി ഫോട്ടോസ് എടുക്കുമ്പോൾ ഫേസിൽ ഒരുമാതിരി ഒരു സ്മജ്ജി എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പ് അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ 50 മെഗാ പിക്സൽ ഒന്നിനും കൊള്ളാത്ത ഒരു സെൻസർ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റീസ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p 30 FPS കൊടുത്തിട്ടുള്ളൂ. ഈവൻ ദോ ഇതൊരു 50 മെഗാ പിക്സൽ സെൻസർ ആണെങ്കിലും ബ്രാൻഡ് 4K കൊടുക്കുന്നില്ല. അതിനുള്ള റീസണും ഇതിന്റെ ചിപ്സെറ്റ് തന്നെയാണ്. മഹത്തായ ചിപ്സെറ്റ് ആണ്. വീഡിയോ ക്വാളിറ്റിയും ഒട്ടും കൊള്ളത്തില്ല. ഫേസിൽ ഒരുമാതിരി വാക്സ് തേച്ചതുപോലത്തെ ഒരു എഫക്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് ഒട്ടും തന്നെ ഡീറ്റെയിൽഡ് അല്ലാത്ത വീഡിയോ പെർഫോമൻസും കൂടിയാണ്. ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് 4K എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. 32,000 രൂപയുടെ ഫോണാണ്. ബാക്ക് ക്യാമറ പോലും 4K എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഫ്രണ്ട് ക്യാമറയുടെ കാര്യം. ആൻഡ് ബാക്ക് ക്യാമറയുടെ വീഡിയോ പെർഫോമൻസും വളരെയധികം മോശമാണ്. സ്കിൻ ടോൺസ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഇങ്ങനെ നെഗറ്റീവ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരു കാരണവശാലും വിചാരിച്ചതല്ല. ഞാൻ നെഗറ്റീവ് വീഡിയോസ് ചെയ്യേണ്ടെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ബട്ട് ഈ ഒരു ഫോണിനെ പറ്റി ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ റിയൽമി UI 7 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. റിയൽമി UI 7ന്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ടിപ്പിക്കലി ഇതൊരു കളറോയ്സിന്റെ ഫ്രാഞ്ചൈസിൽ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ആ ഒരു കളറോയ്സ് എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നില്ല. ആ ഒരു ഫ്ലൂയിഡിറ്റി ഇവിടെ ഇല്ല. ഭയങ്കര ജിട്രി എഫക്റ്റ് ആണ്. ഭയങ്കര ഒട്ടും സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. സോ അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ 30,000 റുപ്പീസ് മുടക്കുമ്പോൾ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് വളരെയധികം മോശം പെർഫോമൻസ് ആണ്. 20,000 റുപ്പീസിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടാൻ പറ്റിയ ഒരു ഫോണായിരുന്നു. 32,000 റുപ്പീസിന് ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെല്ലാത്തിനും കുറ്റക്കാരൻ ഇതിലുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഡയമണ്ട്സിറ്റിയുടെ 9400 ടർബോ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഒരു ടർബോ ഇല്ല. ഇതൊരു 15,000 റുപ്പീസിനൊക്കെ ഉള്ള ഒരു ചിപ്സെറ്റ് ആണ്. അല്ലെങ്കിൽ അതിനും താഴെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിക്കൊണ്ടിരുന്ന ഫോൺസിലൊക്കെ ഉള്ള പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പെർഫോമൻസ് വളരെ അധികം മോശമാണ്. ഞാൻ ഗെയിംസ് പോലും റൺ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഇതിന്റെ UI തന്നെ വളരെ അധികം ഒരു ലാഗി എക്സ്പീരിയൻസ് ആണ് എനിക്ക് തരുന്നത്. ഇനിയിപ്പോൾ ഫാൻ ബോയ്സ് ഒന്നും വന്നിരുന്ന എന്നെ ഒന്നും പറയണ്ട. അതിനു മുമ്പേ ഒരു കാര്യം ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ ഫാനോ ഏത് ബ്രാൻഡിന്റെ എന്തോ മേടിച്ചോ എനിക്കൊന്നുമില്ല. ബട്ട് ഒരു കാര്യം എനിക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ ഫാൻ ബോയ് ആയാലും ആ ബ്രാൻഡ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഒന്നും തരാൻ പോകുന്നില്ല. പിന്നെ ഡിസ്പ്ലേ പറ്റിയും കൂടുതലൊന്നും പറയാനില്ല. ഒരു 120 Hz ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ വളരെ അധികം താഴെയാണ്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഒരു
എഡ്ജിലാണ് അതിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ കൊണ്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് 7000 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. 60 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7000 mAh ഉള്ള ഒരുപാട് ഫോൺസ് മാർക്കറ്റിലുണ്ട്. വേറെ ഏതെങ്കിലും ഫോൺ മേടിക്കുക, ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും, കാരണം പെർഫോമൻസ് കുറവായതുകൊണ്ട്. പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന മിററിനെ പറ്റിയാണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത്. ബാക്കിൽ വരുന്ന ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺസിലൊക്കെ ആണെങ്കിൽ ആ ഒരു ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ബട്ട് ഇത് ഭയങ്കര സൂപ്പർ ഒരു നമുക്കൊരു അടിപൊളി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് ഫ്രെയിം ചെയ്യാൻ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇത് തരത്തില്ല. എന്നാൽ ഒന്നുമില്ലാത്തതിനെക്കാട്ടും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ ഒരു മിറർ ഉള്ളതുകൊണ്ട് ഈ ഒരു ഫോൺ ചാടിക്കയറി മേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പെർഫോമൻസ് നല്ലതാണ്, കുഴപ്പമില്ല. IP69 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വെള്ളത്തിൽ കൊണ്ട് മുക്കിയാലും കുഴപ്പമില്ലെന്ന് ബ്രാൻഡ് പറയുന്നുണ്ട്. ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, 32,000 രൂപയുടെ ഫോണാണ്. 32,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 8GB RAM 128 ആണ്. സോ ഇതുപോലത്തെ ഫോണൊന്നും ഒരിക്കലും മേടിക്കാതിരിക്കുക. 8GB 128 ഇത്രയും പുവർ പെർഫോമൻസ് ഉള്ള മോശം ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തിൽ ഞാൻ യൂസ് ചെയ്ത ഏറ്റവും വേസ്റ്റ് ഫോണാണ്. കഴിഞ്ഞ വർഷം വേറെ ഒരു റിയൽമിയുടെ ഫോൺ ഞാൻ 20,000 റുപ്പീസിനകത്ത് മേടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒട്ടും വാല്യൂ ഫോർ മണി അല്ല. നിങ്ങളിപ്പോൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോർ എലമെന്റ് കാണും. ചിലവർക്ക് ക്യാമറ ആയിരിക്കും, ചിലവർക്ക് ഡിസ്പ്ലേ ആയിരിക്കും, ചിലവർക്ക് ഇതിന്റെ ഒരു ബിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു എലമെന്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫോണാണ് ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫോൺ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ ഒരു പ്രൈസ് മുടക്കി മേടിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലത്തെ ജെന്യൂൻ വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ആൻഡ് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.